മമ്മൂട്ടിയും വിനായകനും നേർക്കുനേർ. നവാഗതനായ ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത സിനിമയുടെ നാഗർകോവിലെ ലൊക്കേഷനിൽ മമ്മൂക്ക ഇന്ന് ജോയിൻ ചെയ്തു. താരം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിനായകനൊപ്പമുള്ള ഫോട്ടോയും മമ്മൂക്ക പങ്കുവച്ചിട്ടുണ്ട്. പിന്നാലെ ആശംസകളുമായി ആരാധകരും രംഗത്തെത്തി. മാഷിന്റെ അടുക്കൽ ഒരു കുട്ടി നിൽക്കുന്നത് പോലെയെന്നും ഇത്രയും ബഹുമാനത്തോടെ മറ്റൊരാളുടെ മുന്നിലും വിനായകൻ നിൽക്കില്ലെന്നും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കമന്റുകൾ. നേരത്തെ തന്നെ സിനിമയിലെ മമ്മൂക്കയുടെ ലുക്ക് പുറത്തു വന്നിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂക്ക താടിയെടുത്തത്. ഹെയർ സ്റ്റൈലും അല്പം വ്യത്യസ്തമാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂക്ക ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്നും വിനായകന്റേതൊരു പോലീസ് വേഷമാണെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. നാഗർകോവിലിൽ സെപ്റ്റംബർ 25-നാണ് സിനിമയുടെ ഷൂട്ട് ആരംഭിച്ചതെങ്കിലും മമ്മൂക്ക സെറ്റിൽ ജോയിൻ ചെയ്യുന്നത് ഒക്ടോബർ 2-നാണ്. അടുത്ത 10 ദിവസത്തെ ഷൂട്ടിൽ മമ്മൂക്ക പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. സാഗരം സാക്ഷി, കിളിപ്പേച്ചു കേൾക്കവേ എന്നീ മമ്മൂക്ക സിനിമകൾക്ക് ലൊക്കേഷനായത് നാഗർകോവിലായിരുന്നു. ഫ്രെയിം ടു ഫ്രെയിം മമ്മൂട്ടി വിനായകൻ ചിത്രമായിരിക്കും ഇത്. ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതായിരിക്കും സിനിമ. റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ എന്നിവയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇതിനോടകം റിലീസ് ചെയ്ത സിനിമകൾ. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയായിട്ട് ഒരുങ്ങുന്ന ഈ പേരിടാത്ത സിനിമയ്ക്ക് ഫൈസൽ അലിയാണ് DOP. സുഷിൻ ശ്യാം സംഗീതം ഒരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ലെറ്റർ ബോക്സ് എന്ന ഇന്റർനാഷണൽ ജേർണലിന്റെ 2024-ലെ ടോപ്പ് 10 ഹൊറർ മൂവീസ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് മലയാളത്തിന്റെ പ്രമേയുഗം. വിദേശ പടങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ സിനിമ, അതും ഒരു മലയാള പടം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അത് തെറ്റായ തീരുമാനമാകുമെന്ന് പലരും വിധി എഴുതിയെങ്കിലും സംവിധായകന്റെ കോൺഫിഡൻസ് പിന്നീട് ആളുകൾ അംഗീകരിച്ചു. മലയാളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ റീച്ച് നേടിയ സിനിമകളിൽ ഒന്നാണ് പ്രമേയുഗം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.